നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളിയെയാണ് കണ്ടുമുട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ പ്രേമഭാജനം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആളാണോ? മിക്കവാറും എല്ലാവരും ഈ ചോദ്യം അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയം ചോദിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ വ്യക്തമായ ഉത്തരം ലഭിക്കുന്നവർ അധികമില്ല. എന്നാൽ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരിൽ ഒരാളാണ്. കൗതുകകരമെന്നു പറയട്ടെ, ഇണയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം വെറും 4 സ്വഭാവസവിശേഷതകളിലേക്ക് ചുരുക്കാം. ഈ 4 സ്വഭാവസവിശേഷതകളുമായി നിങ്ങൾക്ക് ആരെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ആത്മാർത്ഥ ജീവിത പങ്കാളി ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 1. എന്താണ് ആ വ്യക്തിയുടെ പ്രധാന മൂല്യങ്ങൾ? നിങ്ങൾ ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് അവർ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുനിഷ്ഠമായ, ധാർമ്മികവും സന്മാർഗപരവുമായ മാനദണ്ഡങ്ങളോട് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഉറപ്പാക്കുക. നമ്മൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രബിന്ദുവായ ഒരുതരം അടിസ്ഥാന മൂല്യമുണ്ട്. ഒരു വ്യക്തിയുടെ അടിസ്ഥാന മൂല്യം എന്തായിരുന്നാലും അവൻ അല്ലെങ്കിൽ അവൾ അതിനായി ത്യാഗം ചെയ്യുന്നത് നിങ്ങൾ ദിവസവും കാണും. ഉദാഹരണത്തിന്, ദയ. ഒരാളുടെ പ്രധാന മൂല്യം നന്മയാണെങ്കിൽ ദയയുടെ ഭാഗമായി ചില കാര്യങ്ങൾ ആ വ്യക്തി ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് കാണും. ഹോട്ടലിൽ വെയിറ്റർ തന്റെ ഓർഡർ മാറി ഭക്ഷണം കൊണ്ടുവന്നാൽ അവൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്തായാലും ഭക്ഷണം കഴിക്കും. തിരക്കേറിയ തെരുവിൽ അവൻ ആദ്യം അവശനായ മറ്റേയാളെ റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിക്കും. അവൻ ഒരുപക്ഷേ ജോലിസ്ഥലത്തെത്താൻ വൈകിയേക്കാം, കാരണം അവൻ ഒരു വൃദ്ധയെ അവരുടെ പലചരക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകാൻ സഹായിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അവനെ ശ്രദ്ധാപൂർവം പിന്തുടരുകയാണെങ്കിൽ മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനായി അവൻ തന്റെ ചില ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നത് കാണും. അതിനാൽ നിങ്ങൾക്ക് വിലമതിക്കാൻ കഴിയുന്ന ഉയർന്ന മൂല്യങ്ങളുള്ള പ്രതിജ്ഞാബദ്ധനായ ഒരാളെ തിരയുക. നമ്പർ 2. ഈ വ്യക്തി മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നുണ്ടോ? നമ്പർ 2 വ്യക്തമാണ്. നിങ്ങളെ പരിപാലിക്കാനും നിങ്ങളോട് നന്നായി പെരുമാറാനും പോകുന്ന ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് എങ്ങനെ കണ്ടുപിടിക്കാം? ലളിതം. ഈ വ്യക്തിയുമായി സമയം ചിലവഴിക്കുക. പ്രത്യേകിച്ച് തിരിച്ചു ഉപകാരം കിട്ടാത്തവരോട് അവർ എങ്ങനെ പെരുമാറുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവർക്കു വേണ്ടി കൊറിയർ കൊണ്ടുവന്ന അപരിചിതനോട് അവൻ നന്ദി പറയുമോ? അതോ വൈകിയതിന് അമിതമായി ചീത്ത വിളിക്കുമോ? ചെക്കൗട്ട് കൗണ്ടറുകളിലെ ആളുകളോട് അവർ മര്യാദയുള്ളവരാണോ? വീട്ടിലേക്കുള്ള വൈദ്യുതി വിതരണം തകരാറിലായാൽ അതിന്റെ പേരിൽ താഴെത്തട്ടിലുള്ള ജോലിക്കാരനോട് കോപാകുലനാകുന്നുണ്ടോ? എന്തെങ്കിലും വീഴ്ചയ്ക്ക് ആളുകളെ അവർ ശപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ? റോഡിൽ മറ്റാരുമില്ല എന്ന മട്ടിൽ അവർ ആക്രമണാത്മകമായി വാഹനമോടിക്കുന്നുണ്ടോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും ഉത്തരങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുക. കാരണം അവ പിന്നാലെ വരുന്ന അവന്റെ സ്വഭാവസവിശേഷതകളെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ വിവാഹിതരായ ശേഷം അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ അറിയാം. നമ്പർ 3. നിങ്ങൾ പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുന്നുണ്ടോ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ അങ്ങനെയല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ദമ്പതികൾ കുറെ നേരം ഭീകരമായി വഴക്കിടുന്നത് കാണാം. അവർ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, ഒരുപക്ഷേ ഒരു രാത്രി മുഴുവനും തർക്കിക്കുന്നു. തുടർന്ന് 16ാം റൗണ്ടിന്റെ അവസാനത്തിൽ സംഗതി മുഴുവനും ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് തെളിയുന്നു. നിങ്ങൾ അതുദ്ദേശിച്ചതാണെന്ന് ഞാൻ കരുതി. നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല അല്ലേ? ഓ, അപ്പോൾ എങ്കിൽ ശരി, ഞാൻ സമ്മതിക്കുന്നു. ഇടയ്ക്കിടെ ഇത് ആർക്കും സംഭവിക്കാം. എങ്കിലും ഇത് നിരന്തരം സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു നല്ല ലക്ഷണമല്ല, കാരണം അത് മാറില്ല. നിങ്ങൾ നിരന്തരം പരസ്പരം തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ ആ ബന്ധം തന്നെ നിർത്തിവെക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. നമ്പർ 4. നിങ്ങൾ പരസ്പരം ശാരീരികമായി ആകർഷിക്കപ്പെടുന്നുണ്ടോ? ശാരീരിക ആകർഷണം വിവാഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾക്ക് പരസ്പരം ശാരീരികമായി ആകർഷണമില്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധം നിലനിർത്താൻ പാടുപെടേണ്ടി വരും. ശാരീരിക ആകർഷണത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർക്ക് പെട്ടെന്ന് തീരുമാനത്തിലെത്താൻ കഴിയും.
സ്ത്രീകൾക്ക് കുറച്ചുകൂടി സമയം വേണം. മിക്കപ്പോഴും ഒരു സ്ത്രീക്ക് തുടക്കത്തിൽ ഒരു പുരുഷനോട് ശാരീരിക ആകർഷണം തോന്നിയേക്കില്ല. പക്ഷേ അവൾ അവനെ ഏറെ അറിഞ്ഞതിനു ശേഷം അവൾക്ക് അവനെ മുമ്പത്തേക്കാൾ കൂടുതൽ ആകർഷകമായോ അനാകർഷകമായോ തോന്നാം. ഒരു മുന്നറിയിപ്പ്: ശാരീരിക ആകർഷണം അത്യന്താപേക്ഷിതമാണെങ്കിലും നിങ്ങൾക്ക് ശാരീരികതയെ മാത്രം അടിസ്ഥാനമാക്കി ഒരു വിജയകരമായ വിവാഹബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. ശാരീരികമായി നടക്കുന്നതെന്തും ആഴത്തിലുള്ള മറ്റു പലതിൻ്റെയും പ്രകടനം മാത്രമാണ്.